സോ രാവിലെ എണീറ്റപ്പോൾ ശരിക്കും അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. സോ കറൻ്റ്ലി ഞങ്ങളിപ്പോൾ ചിത്രദുർഗയിലാണ്. ഇന്നലെ ഇവിടെ ഏകദേശം ഒരു 8:30 എത്തിയിട്ടുണ്ടായിരുന്നു. ഹംപിയിലേക്ക് പോണ കാര്യം ഞങ്ങൾ ആലോചിച്ചു. പിന്നെ ലാസ്റ്റ് പോയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു അത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഹംപിയിൽ രാത്രി കയറി കഴിഞ്ഞാൽ റൂം കിട്ടാൻ നിങ്ങൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ചുറ്റലായിരിക്കും. ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയ ടൈമിൽ ഞാനും മോഹിത്ത് ചേർന്നുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് നല്ല രീതിക്ക് മഴ കിട്ടി നനഞ്ഞ് പിണ്ടിയായിട്ട് ആക്സിഡൻ്റലി ഒരു ഹിപ്പി വില്ലേജിലേക്ക് കയറി ചെന്നു. അത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. മാപ്പ് ഇടാൻ പറ്റാതെ ആകെ ചുറ്റിപ്പോയി ഞങ്ങൾ. സോ രാവിലെ എണീറ്റപ്പോൾ ശരിക്കും അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം തുംഗഭദ്ര റിവറിൻ്റെ സൈഡിലായിരുന്നു ആ ഒരു വില്ലേജ് ഉണ്ടായിരുന്നത്. ആ ഒരു വില്ലേജ് ലക്ഷ്യം വെച്ചാണ് ഇപ്പോഴും ഞങ്ങൾ പോണത്. കഴിഞ്ഞ വട്ടം പ്രസാദ് ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ആ ഒരു ഹിപ്പി വില്ലേജാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. നല്ലൊരു ലഞ്ച് ദാബ കിട്ടിക്കഴിഞ്ഞാൽ നിർത്തണം, എന്നിട്ട് കഴിക്കണം. എന്നിട്ട് നേരെ നമ്മൾ ഹംപി പിടിക്കും. ഞങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വ്യൂ കണ്ടു തീർക്കാമെന്നാണ് ഈ ഒരു ടൈമിൽ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞങ്ങളിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു തുംഗഭദ്ര റിസർവെയർ കാണാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ഭംഗിയാണ്. ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഡാമും കാണാൻ പറ്റും. 5 മണി പ്രതീക്ഷിച്ചു, പക്ഷേ 4:30 കറക്റ്റ് എത്തി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നേരെ ഞങ്ങൾ അന്വേഷിക്കാൻ പോയത് ഞങ്ങളുടെ പഴയ ഹിപ്പി വില്ലേജാണ്. പഴയ ഒരു ഓർമ്മ വെച്ചിട്ട്, കാരണം അന്ന് മാപ്പൊന്നും ഇടാൻ പറ്റിയിട്ടില്ല മഴയായ കാരണം കൊണ്ട്. പഴയ ഒരു ഓർമ്മ വെച്ചിട്ട് ഒരു പെട്രോൾ പമ്പൊക്കെ അടയാളം വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അന്വേഷിച്ചു. എന്നിട്ട് ലാസ്റ്റ് അറിയാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വില്ലേജ് ലാസ്റ്റ് ഫ്ലഡിൽ വാഷ്ഡ് ഔട്ട് ആയിപ്പോയി. പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തില്ല. പക്ഷെ അത് കേട്ടപ്പോൾ നല്ല രീതിയിൽ വിഷമമായി. കാരണം അവിടുത്തെ സ്റ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഈ ഒരു ടൈമിൽ ഈ ഒരു വഴി കൂടെ ട്രാവൽ ചെയ്യാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാണുന്ന ഈ ഒരു പാഡി ഫീൽഡും റോക്സൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി പെനിട്രേറ്റ് ചെയ്ത് വരുന്ന സൺലൈറ്റിൻ്റെ ഒരു ഭംഗിയുണ്ട്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറയുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മങ്കി ടെമ്പിളിലേക്കാണ്. ഒരു 600 സ്റ്റെപ്പ് സ്ലോപ്പായിട്ട് നമുക്ക് കയറാനുണ്ട്. പറ്റുന്നവർ വന്ന് കയറി സൺറൈസും സൺസെറ്റും കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഐഡിയ. സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ബെസ്റ്റ് പോയിൻ്റാണ് ഹംപിയിൽ. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എത്തുമ്പോൾ എപ്പോഴും ലേറ്റായി പോകും. അതേപോലെ അത് ഇപ്പോഴും ലേറ്റായി പോയി. 600 സ്റ്റെപ്പ് കയറുക, കണ്ടിട്ട് തിരിച്ചു വരിക. ഹനുമാൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ടാണ് ഈ ഒരു മങ്കി ടെമ്പിൾ പറയണത്. കാരണം അതെന്തായാലും അവിടെ പോയാൽ ഫീൽ ചെയ്യും നിങ്ങൾക്ക്. കാരണം അവിടെ കംപ്ലീറ്റ് കുരങ്ങന്മാരാണ് നിങ്ങളുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു സൺറൈസ് കാണാൻ എന്തായാലും മത്തങ്ങ ഹില്ലി വട്ടം കയറിയേ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് 4:00 അലാറം വെച്ച് എണീറ്റ് 5 മണിക്ക് ഞങ്ങൾ മത്തങ്ങ ഹില്ല് കയറി. മത്തങ്ങ ഹില്ലും ഏകദേശം ഒരു 600 സ്റ്റെപ്സിൻ്റെ ഒക്കെ അടുത്തുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂർ നമുക്ക് എന്തായാലും കയറാൻ ടൈം എടുക്കുന്നൊരു പരിപാടിയാണ്.
മത്തങ്ങ ഹില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മത്തങ്ങ ഹില്ലിന് ഒരു ചെറിയൊരു കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഋഷി മത്തങ്ങ എന്ന് പറഞ്ഞുള്ള ഒരു സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ഹോമായിട്ടാണ് ഈ ഒരു മത്തങ്ങ ഹില്ല് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ വാനര രാജാവ് എന്ന് വെച്ചാൽ കുരങ്ങന്മാരുടെ ഒരു ലീഡർ, പണ്ട് വാലി എന്നറിയപ്പെടുന്ന ഒരു ലീഡറുണ്ട്. ആള് വന്നിട്ട് ദുന്ദുമി എന്ന് പറഞ്ഞൊരു അസുരനെ ഇവിടെ കൊന്നിട്ടിട്ട് പോയി. അപ്പോൾ ഈ ഒരു ഋഷി മത്തങ്ങ ഈ കുരങ്ങന്മാരെ കംപ്ലീറ്റ് ശപിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു ചെറിയൊരു കഥയും കൂടിയും ഈ ഒരു മത്തങ്ങ ഹില്ലുണ്ട്. അതേപോലെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സൺറൈസ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഹംപിയിൽ വരണം, ലൈഫിൽ ഒരു വട്ടെങ്കിലും വരണം. കാരണം അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് നിങ്ങളുടെ ലൈഫിൽ ഇനി കാണാൻ പറ്റിയെന്ന് വരില്ല. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തായാലും ഹംപി വിസിറ്റ് ചെയ്യുമ്പോൾ മത്തങ്ങ ഹില്ല് കയറി കഷ്ടപ്പെട്ടായാലും നിങ്ങൾ കയറണം. പക്ഷെ അതിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മുതലാവും. കാരണം നമ്മൾ ഈ ഒരു സൺറൈസ് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഇരുന്നത് കണ്ട്, പിന്നെ അതേപോലെ തന്നെ എല്ലാ പോയിന്റിലൂടെയും നടന്ന് നമ്മൾ വരുമ്പോൾ ഈ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് നമ്മൾ അടുത്ത പോയിന്റിൽ ഇങ്ങനെ ചെന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു സൺറൈസ് ഇങ്ങനെ മാറുന്നതിനൊരു എക്സ്പീരിയൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം എല്ലാവരും വന്ന് ഇവിടെ ഇരുന്ന് പീസ്ഫുള്ളായിട്ട് സൺറൈസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാൽ നമുക്ക് കൃഷ്ണ ടെമ്പിളും ഹംപി ബസാറും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഞാൻ നല്ലൊരു ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് കാണണം. നിങ്ങളും ഈ ഒരു സൺറൈസ് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് കാണുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു സൺറൈസ് കാണാൻ തോന്നും, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. സോ ജസ്റ്റ് എക്സ്പീരിയൻസ് ദ സൺറൈസ്. ഞങ്ങൾ നല്ല അടിപൊളി സൺറൈസും കണ്ട് നല്ലൊരു ചായയും കുടിച്ച്. ഇവിടെ നിങ്ങൾക്ക് ചായ കിട്ടും, അതെപ്പോഴും കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് വന്നപ്പോൾ ഇവിടുന്ന് ഒരു ആൾ കെറ്റിലൊരു ചായയൊക്കെ കിട്ടി. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോറി സ്റ്റോൺ, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സോ ഇനി അടുത്ത ഒരു നിയറസ്റ്റ് പ്ലേസ് എന്ന് വെച്ചാൽ സുഗ്രീവ കേവ് ആണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് നടന്നു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംപിയിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളും ഷോർട്ട് ഡിസ്റ്റൻസിൽ കവർ ചെയ്യാം. വണ്ടിയിലാണെങ്കിൽ നല്ല രീതിയിൽ ടൈം എടുക്കും. സോ ഇതാണ് സുഗ്രീവയുടെ സ്റ്റോറി സ്റ്റോൺ, നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചു നോക്കുക. സുഗ്രീവ എന്ന് പറയുന്നത് വാനര രാജാവായ വാലിയുടെ ഇളയ സഹോദരനാണ്. ഈ രാവണൻ സീതേനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് രാമന് സീതയുടെ ഒരു ആഭരണങ്ങളൊക്കെ എന്ന് വെച്ചാൽ വീണുപോയ ആഭരണങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് കാണിച്ചു കൊടുത്തതെന്നാണ് ഹിന്ദു മിത്തോളജി പ്രകാരം പറയുന്നത്. അതാണ് ഈ ഒരു സുഗ്രീവ കേവിൻ്റെ ഒരു ചെറിയ കഥ. വലിയൊരു കഥ ആയിട്ട് പറയുകയാണെങ്കിൽ വീഡിയോ എന്തായാലും വലുതായി പോവും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്റ്റോറി സ്റ്റോൺ പോസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. സുഗ്രീവ കേവ് കണ്ടിട്ട് വരുമ്പോഴായിരുന്നു 2 സ്റ്റുഡൻസ് ഒരു കോളേജിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞത് ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു ചാരിറ്റി വർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പൈസയും ഒരു ഡൊണേഷനൊക്കെ ആയിട്ട് കൊടുത്തു. സോ അങ്ങനെ നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഹംപി ബസാർ കാണാൻ പറ്റും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടന്ന് കവർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഹംപിയിലെ പല ഭാഗങ്ങൾക്ക് എത്താൻ പറ്റും. വണ്ടിയിലാണെങ്കിൽ അങ്ങനെ എത്താൻ പറ്റില്ല. സോ ഇതാണ് വിജയ് വിത്താല ടെമ്പിൾ. വിജയ് വിത്താല ടെമ്പിളിൽ ഞങ്ങൾ പണ്ട് കയറാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം ഞങ്ങളുടെ ലിക്വിഡ് മണി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു UPI സിസ്റ്റമൊക്കെ ആക്കിയത്. വിത്താല ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലോകത്ത് കയറിയ പോലെയാണ്. സത്യം പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലായിട്ട് മതിലിങ്ങനെ കവേർഡായി കിടക്കുന്ന കാരണം കൊണ്ട് നമുക്കത് ഡിഫറൻസ് നല്ല രീതിയിൽ മനസ്സിലാവും. വിത്താല ടെമ്പിള് നിർമ്മിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവരായയിലെ 2ാമത്തെ രാജാവാണ് ഈ ഒരു വിത്താല ടെമ്പിള് ശരിക്കും ഉണ്ടാക്കിയത്. അതേപോലെ എല്ലാ ടെമ്പിളിലും ഹംപിയിലെ എല്ലാ ഒരു സ്കൾപ്ചറിനും ഒരു രാജാവിൻ്റെ ഒരു കയ്യൊപ്പ് എല്ലാത്തിനും ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ വിത്താല ടെമ്പിളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക്കൽ പില്ലേഴ്സും അതേപോലെ മണ്ഡപങ്ങളും നമ്മുടെ സ്റ്റോൺ ചാരിയറ്റും എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. സോ ഇതൊരു
മ്യൂസിക്കൽ പില്ലേഴ്സാണ് എന്ന് വെച്ചാൽ രംഗമണ്ഡപമുണ്ട്, സാധാ മണ്ഡപമുണ്ട്. രംഗമണ്ഡപ മ്യൂസിക്കൽ പില്ലേഴ്സും ഉണ്ട്, സാധാ മ്യൂസിക്കൽ പില്ലേഴ്സും ഉണ്ട്. മ്യൂസിക്കൽ പില്ലേഴ്സ് ശരിക്കും 56 എണ്ണമാണ് ഒരു കൗണ്ട് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ സൗണ്ട് ഉണ്ടാവാനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സ രി ഗ മ പ എന്നുള്ള നോട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് പറയണത്. ഇതാണ് സ്റ്റോൺ ചാരിയറ്റ്. നമ്മുടെ 50 റുപ്പീസിൻ്റെ ബാക്കിലും കാണുന്ന ഈ സെയിം സ്റ്റോൺ ചാരിയറ്റാണ്. സ്റ്റോൺ ചാരിയറ്റും അതേപോലെ ബാക്കിയുള്ള എല്ലാ സ്കൾപ്ചേഴ്സും ഉണ്ടാക്കിയത് ഇവിടുത്തെ തന്നെ ലോക്കലായിട്ടുള്ള ഗ്രാനൈറ്റും അതേപോലെ നമ്മുടെ ചുർക്ക ലൈം എക്സോട്ട് അത് വെച്ചിട്ടൊക്കെയാണ് ഇവർ ഈ ഒരു സ്കൾപ്ചേഴ്സ് എല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നല്ല ഉറപ്പാണ് സത്യം പറയുകയാണെങ്കിൽ. നമുക്ക് കാണാനാണെങ്കിലും ഫീൽ ചെയ്യാനാണെങ്കിലും അടിപൊളിയാണ്. സോ ഇതാണ് മ്യൂസിക്കൽ പില്ലേഴ്സ്. ഇത് പെർഫോമൻസ് അങ്ങനെ അധികമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതെല്ലാവരും വന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ പല പല ഭാഗങ്ങൾക്കായിട്ട് പൊട്ടിപ്പോയി. സോ ഇപ്പോഴും ഇതിന് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോഴും ഇത് റിനോവേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം. ഇത് അതേപോലെ ഒരു ടെമ്പിൾ സൈഡാണ്, കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. സോ അതാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് ഇത് കയറി ചെല്ലുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഇരുട്ടായിട്ട് തോന്നും. അത് തന്നെയായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊരു നമ്മുടെ ഒരു ഗൈഡും പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഗൈഡിനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറ്. കർണം ചെയ്യുന്നത് അവരുടെ വെള്ളം പോകാനാണിത്. ദക്ഷിണം ചെയ്യുമ്പോൾ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് വെളിച്ചത്തിന് വന്നുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇത് കിട്ടാത്തത്, അല്ലെങ്കിൽ വെളിച്ചാന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ 3 സ്ഥലത്താണ് സ്റ്റോൺ ചാരിയറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം ഇവിടെ ഹംപിയിൽ, അതേപോലെ ഒരെണ്ണം കൊണാർക്ക് ഒഡീഷ്യ, പിന്നെ തമിഴ്നാട് മഹാബലിപുരത്താണ് സ്റ്റോൺ ചാരിയറ്റ് ഉള്ളത്. അങ്ങനെ 3 സ്റ്റോൺ ചാരിയറ്റാണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെ വിത്താല ടെമ്പിൾ കണ്ട് നടന്നു വരുമ്പോഴായിരുന്നു ഈ ഒരു ചെറിയ കട നോട്ടീസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ബജി കണ്ടപ്പോൾ കുറച്ച് ബജി കഴിച്ചു. അങ്ങനെ വേറൊരു വണ്ടിയിൽ കുറച്ച് വാട്ടർമെലൻ കണ്ടപ്പോൾ അതും കഴിച്ചു. സോ ഫൈനലി വി ആർ ഇൻ ക്യൂൻസ് ബാത്ത് ഹൗസ്. ക്യൂൻസ് ബാത്ത് ഹൗസിൻ്റെ ഒരു കഥ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൃഷ്ണദേവരായയുടെ അനിയനായ അച്യുതരായാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബിൽഡ് ചെയ്തതിൻ്റെ ഒരു ഐഡിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയനഗര എംപയർ റോയൽ ഫാമിലിയിലെ എല്ലാ കിങ്സിനും ക്യൂൻസിനും അവർക്ക് പ്രൈവറ്റായിട്ട് ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിന് സെൻട്രലായിട്ടൊരു കോളുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യൂൻസ് ബാത്ത് ഹൗസിൻ്റെ ചുറ്റും കുറേ കനാലുണ്ട്. ഈ കനാലിനുള്ളിൽ കൂടെ കുറേ വെള്ളം വരും. ആ വെള്ളം കുറേയൊക്കെ ഇതിൽ ഇവർക്ക് കുളിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ആവും. ബാക്കിയുള്ള വെള്ളം തൊട്ടടുത്തുള്ള മന്ദിർ, അതേപോലെ അമ്പലം, അതുപോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഫ്രഷ് വാട്ടറായിട്ട് ഇവർ ബാക്കി എല്ലാ സ്ഥലത്തേക്കും ഈ കനാൽ വെച്ചാണ് ഡിവൈഡ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നത്. സോ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലാണ്. ടൈം ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. ഹംപിയിൽ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. കുറച്ചധികം സ്ഥലങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ കാണാം. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടും. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഫൈനലി താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.